ഹായ്, നമ്മളിപ്പോൾ ചെറിയൊരു കാർട്ടൂൺ നമ്മൾ കണ്ടു. അതിനകത്ത് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ക്യാരക്ടേഴ്സാണ് അതിനകത്തുള്ളത്. ആദ്യത്തെ ആളെന്ന് പറയുന്നത് ഒരു ബിസിനസ്മാൻ ആണ്. പിന്നെ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ടെക്നിക്കൽ മാനേജറാണ്. ആ കമ്പനിയുടെ പേരൊക്കെ അവർ അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ വരുന്നതാണ് അവിടുത്തെ ഒരു എംപ്ലോയർ, ഓർ ഐ ക്യാൻ കോൾ ഇറ്റ് ആസ് എൻ എഞ്ചിനീയർ, ആ കമ്പനിയുടെ ഒരു എഞ്ചിനീയർ. സോ ആദ്യത്തെ ക്യാരക്ടർ, അതായത് ആ ബിസിനസ്മാൻ നമ്മുടെ മാനേജർക്ക്, അതായത് ആ കമ്പനിയിലത്തെ ടെക്നിക്കൽ മാനേജർക്ക് ഒരു ടാസ്ക് കൊടുക്കുകയാണ്. അപ്പൊ ടാസ്ക് എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ബട്ട് ആ ടാസ്ക് എന്ന് പറയുന്നത് അയാളുടെ കയ്യിൽ, ബിസിനസ്സുകാരൻ്റെ കയ്യിൽ ഒരു ഡിജിറ്റൽ ലോക്ക് ഉണ്ട്. ആ ഡിജിറ്റൽ ലോക്ക് എന്ന് പറയുന്നത് പ്രോഗ്രാം ചെയ്യണം. സോ ദ ടാസ്ക് ഈസ് പ്രോഗ്രാമിങ് എ ഡിജിറ്റൽ ലോക്ക്. അതിന് നമ്മൾ വേറൊരു പേരിട്ട് പറഞ്ഞിരുന്നു, പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രോഗ്രാമിങ് എ ഡിജിറ്റൽ ലോക്ക്. സോ ഇതാണ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്, അതായത് റിക്വയർമെന്റ് നമ്മുടെ ബിസിനസ്മാൻ മാനേജർക്ക് കൊടുത്തത്. സോ ഇതെന്ന് പറയുന്നത് ഡിജിറ്റൽ ലോക്ക് അല്ല, അനലോഗ് ആണ്. ബട്ട് സ്റ്റിൽ ഡിജിറ്റൽ ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ അയാൾ ആ റിക്വയർമെന്റ് കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അയാൾ. അതായത് അയാൾക്ക് നമ്മുടെ ബിസിനസ്മാന് 1, 2, 3, അതായത് ഈ ഡിവൈസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1, 2, 3 എന്ന് പറഞ്ഞ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ വേണം ഇത് ഓപ്പൺ ആവാനായിട്ട്. അതല്ലാണ്ട് എന്ത് കൊടുത്താലും ഈ ഡിജിറ്റൽ ലോക്ക് ഓപ്പൺ ആവാൻ പാടില്ല. അതായത് ലോക്കിന്റെ പാസ്വേഡ് ആണ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് വേറെ എന്ത് കൊടുത്താലും അത് ഓപ്പൺ ആവാൻ പാടില്ല. സോ ഈ ഡിവൈസ് ഓപ്പൺ ആക്കണം, അതായത് ഡിവൈസ് ഓൺ ആക്കണം. ഡിജിറ്റൽ ലോക്ക് ആണല്ലോ. സോ സ്റ്റാർട്ട് ആക്കണം. ദെൻ 1, 2, 3 എന്ന് പറയുന്നത് കീപാഡിനകത്ത് പ്രസ് ചെയ്യണം. സോ ദ ഡിജിറ്റൽ ലോക്ക് വിൽ ഓപ്പൺ. സോ ഇത് എല്ലാം നമ്മുടെ ബിസിനസ്മാൻ പറയുന്നത് ആരെഴുതിയെടുക്കുകയാണ്? നമ്മുടെ മാനേജർ എഴുതിയെടുക്കുകയാണ്. സോ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് നമുക്ക് നോക്കാം. സോ അയാൾ എന്ത് ചെയ്തു? നമ്മുടെ ബിസിനസ്മാരൻ പറഞ്ഞു ഡിവൈസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ആക്കണം. അത് കഴിഞ്ഞിട്ട് 3 നമ്പേഴ്സ് എൻറ്റർ ചെയ്യണം. ആ എൻറ്റർ ചെയ്തത് 1, 2, 3 ആണെങ്കിൽ, അതായത് അത് മാച്ച് ആവുന്നുണ്ടെങ്കിൽ ലോക്ക് ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ ആക്സസ് ഡിനേ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ പരിപാടി കഴിഞ്ഞാൽ ഓഫ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, അഥവാ ഇത്രയും ഇൻസ്ട്രക്ഷനുകളാണ് നമ്മുടെ മാനേജര് ബിസിനസ്സുകാരൻ പറയുന്നതിൽ നിന്ന് എഴുതിയെടുത്തിട്ടുള്ളത്. ഈ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ ഞാൻ മറ്റൊരു പേരിട്ട് വിളിച്ചിരുന്നു. ഇറ്റ് ക്യാൻ ബി കോൾഡ് ബൈ ദ നെയിം അൽഗോരിതം. സോ ഞാൻ അൽഗോ എന്ന് എഴുതുകയാണ്. സോ ദിസ് ഈസ് കോൾഡ് ആസ് അൽഗോരിതം. ഇത് എന്ത് ഇൻസ്ട്രക്ഷൻസ് ആണ്? ഇത് അൺആംബിഗസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് ഇവിടെ ഞാൻ ചുമ്മാ റീഡ് എന്നല്ല പറഞ്ഞിരിക്കണേ, റീഡ് 3 ഡിജിറ്റ് കോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ 3 ഡിജിറ്റ് കോഡിന് അവിടെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ റീഡ് എന്ന് പറഞ്ഞാൽ എന്ത് റീഡ് ആയിക്കൂടെ, അത് ഡിജിറ്റ് അല്ലെങ്കിൽ ഇപ്പൊ നമ്പർ ആയിക്കോ, എന്തെങ്കിലും ആൽഫബറ്റ് ആയിക്കോട്ടെ. അപ്പോൾ അവിടെ അൺആംബിഗിറ്റി വന്നു. വെറുതെ റീഡ് എന്നാണ് കൊടുത്തിരുന്നെങ്കിൽ, ഈ സെക്കൻഡിന് പകരം ചുമ്മാ ഞാൻ റീഡ് എന്നാണ് ഇട്ടിരുന്നെങ്കിൽ അവിടെ അൺആംബിഗിറ്റി വന്നു. ബട്ട് സ്റ്റിൽ നമ്മളിവിടെ 3 ഡിജിറ്റ് കോഡ് എൻറ്റർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ്സ് എ നമ്പർ. സോ ഇതിനകത്തുള്ള ഒരു ഇൻസ്ട്രക്ഷൻ അഥവാ ഒരു റൂളിന് പോലും ഒരു കൺഫ്യൂഷൻ ഇല്ല. എല്ലാം അൺആംബിഗസ് ആണ്. കൺഫ്യൂഷൻ ഇല്ലാത്ത സ്റ്റേറ്റിലാണ് എല്ലാ ഇൻസ്ട്രക്ഷൻസും ഇരിക്കുന്നത്. സോ ഞാൻ അതിനെ എന്ത് വിളിച്ചു? അൽഗോരിതം എന്ന് വിളിച്ചു. ഈ അൽഗോരിതം എന്തിനകത്താണ് എഴുതിയിരിക്കുന്നത്? നാച്ചുറൽ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മളൊരു അൽഗോരിതം നാച്ചുറൽ ലാംഗ്വേജിൽ എഴുതിയിരുന്നു. നമ്മുടെ ഈ സെഷന്റെ ഒക്കെ തുടക്കത്തിൽ എങ്ങനെയാണ് ഹൗ ടു മേക്ക് എ കപ്പ് ഓഫ് ടീ, നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ മേക്കിംഗ് എ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ടാണ്. സോ അവിടെ നമ്മൾ സ്റ്റെപ്സ് ചെയ്തിരുന്നു. ആ റൂൾസിന്റെ ഓർഡറിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി എത്തിയപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് തന്നിട്ട്, ഇവിടെ ലോക്കാണ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എങ്കിൽ നമ്മൾ മറ്റൊരു കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതായത് നമ്മൾ അതിന്റെ ഈ പറഞ്ഞ അൽഗോരിതം നമ്മൾ എഴുതിയിരുന്നു. സ്റ്റാർട്ട് എഴുതി, ഇതേപോലെ തന്നെ സ്റ്റാർട്ട്, ദെൻ റീഡ് ടു ഇൻപുട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്യാൻ ആഡ് ചെയ്യാനൊക്കെ നമ്മൾ സം ഈക്വൽ ടു A+B എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിരുന്നു. അതെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടാസ്കിന്റെ അൽഗോരിതമാണ്. ഇവിടെ എന്ന് പറയുന്നത് ഒരു അയാൾ എന്താ പറയാ, ഒരു നാച്ചുറൽ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഒരു അൽഗോരിതമാണ്. രണ്ടാണെങ്കിലും ശരിയാണ്. അൽഗോരിതം ഈസ് നത്തിങ് ബട്ട് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്.
അവിടെ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാനേജർക്ക് കിട്ടിയിട്ടുള്ള റിക്വയർമെന്റ് ആണ്. സോ മാനേജർ എന്ന് പറയുന്നത് ഒരു മാനേജർ അല്ല, ഈസ് എ ടെക്നിക്കൽ മാനേജർ. സോ അയാൾ അതെല്ലാം നോട്ട് ചെയ്ത് ഈ സംഭവമൊക്കെ അയാൾ നോട്ട് ചെയ്തതാണ് നമ്മുടെ ബിസിനസ്സുകാരൻ്റെ. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? മാനേജർ ഒരിക്കലും ജോലി ചെയ്യില്ലല്ലോ. മാനേജർ എന്ത് ചെയ്യും? ഈ ടാസ്ക് ഒക്കെ അയാളുടെ തൊട്ട് താഴെയുള്ള ആൾക്ക് കൊടുക്കും. അതാണ് നമ്മുടെ മൂന്നാമത്തെ ക്യാരക്ടർ. അയാളാണ് എന്ത് പറയണേ, ആ കമ്പനിയിലെ എംപ്ലോയി, ഓർ യു ക്യാൻ രണ്ടുപേരും എംപ്ലോയീസ് ആണ്, ഓർ യു ക്യാൻ കോൾ ഇറ്റ് ആസ് ആൻ എഞ്ചിനീയർ. അപ്പൊ എഞ്ചിനീയർക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ കഥ പോലെ എഴുതി വെച്ച് കൊടുക്കാൻ പറ്റില്ല. അതിൽ കുറച്ചൊരു പ്രോഗ്രാമാറ്റിക്കലി ആക്കി കൊടുക്കണം. അതായത് ഈ കാണുന്ന അൽഗുരിതത്തിന് കുറച്ച് എരുമ്പുളിയൊക്കെ ചേർത്ത് കുറച്ച് പ്രോഗ്രാമാറ്റിക്കലി ഒരു ഇതേ സാധനത്തിന് പ്രോഗ്രാം ഓറിയന്റഡ് ആയിട്ട് എഴുതിയിട്ട് വേണം നമുക്ക് ആർക്ക് കൊടുക്കാനായിട്ട്, നമ്മുടെ എഞ്ചിനീയർക്ക് കൊടുക്കാനായിട്ട്. സോ ഇതേ സാധനത്തിനെ ഞാൻ പ്രോഗ്രാം ഓറിയന്റഡ് ആയിട്ട് എഴുതാൻ പോവാണ്. സോ അത് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇതെന്താന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. സോ ഈ അൽഗോരിതത്തിനെ ഞാൻ പ്രോഗ്രാം ഓറിയന്റഡ് ആയിട്ട് എഴുതി. അത് നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റാർട്ട് എന്നാണ് റീഡ് 3 ഡിജിറ്റ് കോഡ് ഫ്രം ദ യൂസർ എന്ന് പറഞ്ഞാൽ നമ്മളോ അവർ ആരാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് പ്രോഗ്രാം ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണാം. ഇഫ് എന്നുണ്ട്, എൽസ് എന്നുണ്ട്, പിന്നെ ക്യാപ്സിലൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. സോ ഈ അൽഗോരിതത്തിനെ പ്രോഗ്രാം ഓറിയന്റഡ് ആയിട്ട് എഴുതുന്ന ആ ഒരു അപ്രോച്ചിനെയാണ് എന്ത് പറയുന്നത്, സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. അത് സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മിക്സ് ആണ്. അൽഗോരിതത്തിന്റെയും അതുപോലെ തന്നെ കുറച്ച് പ്രോഗ്രാമിന്റെയും കൂടിയിട്ടുള്ള ഒരു മിക്സ് ആണ് എന്ത് പറയണേ, ഒരു സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞാൽ. സോ ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് സ്യൂഡോ കോഡ്. സ്യൂഡോ കോഡ് ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദ അൽഗോരിതം. അല്ലെ, ആദ്യം നമ്മുടെ ബിസിനസ്സുകാരൻ മാനേജർക്ക് അൽഗോരിതം ആണ് കൊടുത്തത്. ഇൻ എ വേ that is easy for programmers to understand and convert it to the final code. ആ കോഡ് എന്ന് പറയുന്നത് എന്തിലാവാം, അത് പ്രോഗ്രാമർക്ക് ഓർ ആ റിക്വയർമെന്റിന് അനുസരിച്ചാവും. ഇറ്റ് മേ ബി ഇൻ പൈത്തൺ ഓർ ഇറ്റ് മേ ബി ഇൻ C#. ഇതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷകളാണ്. ഇറ്റ് മേ ബി ഇൻ CPP ഓർ C ഓർ Ruby, ഏത് വേണമെങ്കിൽ ആവാം. പക്ഷെ അൽഗോരിതത്തിനെ കുറച്ച് പ്രോഗ്രാം ഓറിയന്റഡ് ആയിട്ട് എഴുതുന്ന ആ മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്, സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. അത് പ്രോഗ്രാമേഴ്സിന് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും. സോ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ബേസിക്കലി കോർ ഐഡിയ ഓർ മെത്തേഡ് ഹൗ ദ പ്രോബ്ലം ഈസ് സോൾവ്. അത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, എങ്ങനെയാണ് ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് സോൾവ് ചെയ്തത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ അൽഗോരിതം ആൻഡ് സ്യൂഡോ കോഡ്. അൽഗോരിതം നമ്മൾ കണ്ടതാണ്. സോ അൽഗോരിതം എങ്ങനെയാണ് സ്യൂഡോ കോഡ് ആവണേ എന്നുള്ള കഥയാണ് ഞാനിപ്പോ പറഞ്ഞത്. അതായത് അൽഗോരിതത്തിന്റെ ഒരു മിക്സ്, എന്താ പറയാ, പ്രോഗ്രാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മിക്സ് ആണ് സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞത്. അതാണ് നമ്മുടെ കോഡേഴ്സ് നമ്മൾ കൊടുക്കുക. അപ്പൊ ഇതിന് കുറെ ഉപകാരങ്ങളുണ്ട്. നമ്മൾ ഈ സ്യൂഡോ കോഡ് എഴുതുന്നത് കൊണ്ട് നമ്മൾ അൽഗോരിതം, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ശരിക്കും പറഞ്ഞ ഒരു കമ്പനിയിൽ നടക്കുന്ന എക്സാമ്പിൾ തന്നെയാണ്. അപ്പൊ അത് സ്യൂഡോ കോഡ് ആക്കുന്നതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. സോ നമ്മളിനി അതിന്റെ ഗുണങ്ങളിലോട്ടാണ് നമ്മളിനി അടുത്തതായിട്ട് കിടക്കാൻ പോകുന്നത്. സോ നമ്മൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു, വാട്ട് ഈസ് ഡെഫിനിഷൻ ഓഫ് സ്യൂഡോ കോഡ്. സോ നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ച് കാണിച്ചു. ദെൻ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് വാട്ട് ആർ ദ main advantages of using the pseudocode. എന്തിനാണ് നമ്മൾ സ്യൂഡോകോഡ് ഉപയോഗിക്കുന്നത്? അപ്പൊ സ്യൂഡോകോഡ് ഒറിജിനേറ്റ് ചെയ്തത് അൽഗോരിതത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞു. അൽഗോരിതത്തിന്റെ ഒരു പ്രോഗ്രാം, അൽഗോരിതത്തിലേക്ക് കുറച്ച് പ്രോഗ്രാം, നമ്മളൊരു എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇടുന്ന പോലെ അതിലേക്ക് കുറച്ച് പ്രോഗ്രാം ഓറിയന്റഡ് ആയിട്ട് ഒരു കോഡർക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് മാറ്റിയെടുത്ത് കിട്ടുന്ന രൂപത്തിനെയാണ് എന്ത് പറയുന്നത്, സ്യൂഡോകോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ സ്യൂഡോകോഡ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് കാണിക്കുന്നത് ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് എന്നാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അതിന് ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് എന്ന് പറയാൻ കാരണം? സോ അത് മനസ്സിലാവണമെങ്കിൽ ഞാൻ പറഞ്ഞു, സ്യൂഡോകോഡ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആരാ? കോഡേഴ്സ് ആണ്. അപ്പൊ ഒരു കോഡർ എന്ന് പറഞ്ഞാൽ, ഒരു പ്രോഗ്രാം എഴുതുന്ന ആളെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരാൾക്ക് തന്നെ ഒരുപാട് പ്രോഗ്രാം അറിഞ്ഞുകൊള്ളുന്നില്ല. ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടർ, നമുക്കിപ്പോ കുറെ ലാംഗ്വേജ് അറിയാലോ, ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, മലയാളം അറിയാം, തെലുഗു, തമിഴൊക്കെ അറിയാം. അതുപോലെ തന്നെ എനിക്ക് സ്പാനിഷോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. സോ ഇപ്പൊ റാം എന്ന് പറയുന്ന സ്റ്റുഡന്റ് എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് പൈത്തൺ ആയിരിക്കും നന്നായി അറിയാം, കമ്പ്യൂട്ടറിന് ഇത് അറിയാം. അതുപോലെ തന്നെ ബട്ട് നമ്മുടെ ശിവ എന്ന് പറയുന്ന മറ്റൊരു സ്റ്റുഡന്റ് എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് C# എന്ന് പറയുന്ന മറ്റൊരു ലാംഗ്വേജ് ആണ് അറിയാം. അപ്പൊ ഇപ്പൊ നമ്മുടെ മാനേജര്, അപ്പൊ നമ്മുടെ ബിസിനസ് മാൻ, ഇപ്പൊ ഞാൻ BM എന്ന് പറയാണ്, അയാള് സെറ്റ് ഓഫ് റിക്വയർമെന്റ്സ്, ആ റിക്വയർമെന്റ് കൊടുത്തു, ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ആ അൽഗോരിതം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അത് മാനേജർ നോട്ട് ഡൗൺ ചെയ്തിട്ട്, മാനേജർ, ഇതാണ് നമ്മുടെ മാനേജർ, ഇത് ഫസ്റ്റ് പേഴ്സൺ, ഇത് സെക്കൻഡ് പേഴ്സൺ, ഇത് പിന്നെ നമ്മുടെ മാനേജർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടാസ്ക് എന്ന് പറയുന്നത്
ഒരു കുറച്ച് പ്രോഗ്രാം ഉള്ള രീതിയിലേക്ക്, അതായത് സ്യൂഡോ കോഡ് ആക്കിയിട്ട് ഈ പറഞ്ഞ റാമിനോ അതുപോലെ തന്നെ ശിവയ്ക്കോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഇത് മനസ്സിലാവണം അല്ലെ. ഈ എഴുതിയിട്ടുള്ള സ്യൂഡോ കോഡ് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവണം. അല്ലാതെ ഈ എഴുതിയിട്ടുള്ള സാധനം റാമിന് മാത്രം മനസ്സിലായതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ അൽഗുരിതം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ സ്യൂഡോ കോഡ് അറിയുന്ന ആൾക്ക് വായിച്ചാൽ മനസ്സിലാകണം അല്ലെ. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കും എഴുതേണ്ടത്. അല്ലാണ്ട് ഈ പൈത്തൺ അറിയുന്ന ആൾക്ക് സി ഹാഷ് അറിയില്ല മര്യാദയ്ക്ക്. ഇത് രണ്ടറിയുന്ന ആളുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ റൂബി അറിയുന്ന ആൾക്ക് മേ ബി ഇത് രണ്ടും അറിഞ്ഞോളണമെന്നില്ല. വേറൊരാളിപ്പോ എന്താ പറയാ, ജോൺ എന്ന് പറയുന്ന വ്യക്തിക്ക് റൂബി എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് അറിയാൻ നോക്കി, റൂബി എന്ന് പറയുന്ന മറ്റൊരു ലാംഗ്വേജ്. അപ്പൊ ഈ കൊടുത്തിട്ടുള്ള ലോക്കിന്റെ ആ പ്രോബ്ലം ഓർ ആ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഈ പൈത്തൺ നന്നായി അറിയുന്ന ആൾക്കറിയണം, സി ഹാഷ് അറിയുന്ന ആൾക്കറിയണം, റൂബി അറിയുന്ന ആൾക്കറിയണം, അതുപോലെ തന്നെ HTML എന്ന് പറയുന്നത് ആൾക്കറിയണം. എല്ലാവർക്കും അറിയണം, എല്ലാ കോഡേഴ്സിനും അറിയണം. സോ അവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ വേണം ആ സ്യൂഡോ കോഡ് എഴുതാനായിട്ട് അല്ലെ. സോ അതാണ് പറഞ്ഞത് ഈ ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് ആണ്. സ്യൂഡോ കോഡ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ അത് പൈത്തൺ അറിയുന്ന ആൾക്ക് വായിച്ചാലും മനസ്സിലാവണം, സി ഹാഷ് അറിയുന്ന ആൾക്ക് മനസ്സിലാവണം, ഈ HTML റൂബി ഏതൊരു കോഡർക്ക് വായിച്ചാലും അത് മനസ്സിലാവണം. അതായത് അത്രയും സിമ്പിൾ ആയിരിക്കണം ആ സംഭവം. ബട്ട് അതിനകത്ത് കുറച്ച് പ്രോഗ്രാമിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അത് നമ്മൾ ഇനി സ്യൂഡോ കോഡ് എഴുതുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ്. ഒരു ലാംഗ്വേജിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ടൈഡ് ചെയ്യുന്നില്ല. അത് ദ സ്യൂഡോ കോഡ് ഈസ് നോട്ട് ടൈഡ് ടു എനി സ്പെസിഫിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതെന്ന് പറയുന്നത് ആ ഏതൊരാൾക്കും എന്താ പറയാ, ഏതൊരു കോഡർക്കും വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ദ നെക്സ്റ്റ് വൺ ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അതായത് അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും എഴുതിയത് കൊണ്ട് കാര്യമില്ല, എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നല്ല. ബട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് വേണം അത് എഴുതാനായിട്ട്. അത് എന്താ പറയാ, ഇപ്പൊ ചില ഡോക്ടർമാർ എഴുതുമ്പോൾ നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അത് മറ്റു ഡോക്ടർമാർക്കും വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ആ രീതിയിലൊന്നും ആയിരിക്കരുത്. അതെന്ന് പറയുന്നത് കുറച്ച് ടെക്നിക്കലും അതുപോലെ തന്നെ നോൺ ടെക്നിക്കലിനും ബേസിക്കലി മനസ്സിലാവണം. നോൺ ടെക്നിക്കലിന് മനസ്സിലാവിച്ചിട്ട് ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് ഏറ്റവും ബെസ്റ്റ് അൽഗോരിതമാണ്. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ അത്രയും സിമ്പിൾ ആയിരിക്കണം ആ സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഏറ്റവും വലിയ ഉപകാരം ഒന്ന് ഈ ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് ആണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് കോഡ് പ്ലാൻ ചെയ്യാനായിട്ട്. അതായത് പ്ലാൻ ചെയ്യാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളിപ്പോ വലിയൊരു പ്രൊജക്റ്റാണ് നോക്കി, ആ വലിയൊരു പ്രൊജക്ട് നമുക്ക് തന്നു, നമ്മൾ പിറ്റേ ദിവസം തൊട്ട് അതിന്റെ പൈത്തണിൽ എഴുതാൻ നോക്കിയാൽ ചുമ്മാ നമ്മൾ പിറ്റേ ദിവസം തന്നെ പൈത്തണിൽ അത് സ്റ്റാർട്ട് ചെയ്തു. പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് കസ്റ്റമർക്ക് അത് വേണ്ടത്. നമ്മൾ പൈത്തണിൽ അത് സ്റ്റാർട്ട് ചെയ്തു, വലിയൊരു പ്രൊജക്റ്റാണ്. അതെല്ലാം കഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം. എന്ത് വരും? അയ്യോ, ഇതിനകത്ത് അത് ആഡ് ചെയ്തിട്ടുണ്ടോ, ഇത് ആഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ. അതായത് നമ്മളിപ്പോ ഒരു സിനിമ എടുക്കുമ്പോൾ ആ ഡയറക്ടർ ആ സീനുകളെല്ലാം ഒരു പേജിനകത്ത് വരച്ചു വയ്ക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും മിസ്സാവാതിരിക്കാനായിട്ട്. അതായത് കൃത്യമായിട്ടൊരു പ്ലാനിങ് ആണ് അവിടെ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വലിയൊരു പ്രൊജക്റ്റില് സ്യൂഡോ കോഡ് എഴുതുന്നത് വളരെ നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സ്യൂഡോ കോഡിനകത്ത് നമ്മളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും. കാരണം അത് കുറച്ച് പ്രോഗ്രാം ഓറിയന്റഡ് ആയിട്ട് എഴുതുന്നതാണ്. ഓക്കെ, സോ കോഡ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും വിട്ടുപോകാതെ, ഇപ്പോൾ എന്തെങ്കിലും ഫീച്ചർ വിട്ടുപോകാനുള്ള സാധ്യത ഒക്കെ അതിൽ നിന്ന് അത് ഒഴിവാക്കി കിട്ടും. നമ്മൾ നേരത്തെ ഒരു ഇതിനകത്ത് കണ്ടോ ഈ സ്റ്റാർട്ട്, ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ എഴുതി കഴിഞ്ഞപ്പോ നമ്മള് ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ 3 ഡിജിറ്റ് എന്നുള്ളത് നമ്മളിപ്പോ ഈ എന്താ പറയാ, നമ്മളിപ്പോ ഇതിനകത്ത് സ്യൂഡോ കോഡ് ഒന്ന് എഴുതാണ്ട് തുടങ്ങി. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 സംഭവം കൊടുക്കുന്നതായിരിക്കും. അപ്പൊ 3 ഡിജിറ്റിന് പകരം ചിലപ്പോൾ അവസാനം വരുമ്പോൾ അത് 3 ആൽഫബറ്റ്സ് ആയിരിക്കാം, ഫ്രം A to Z വരെയുള്ള. അപ്പൊ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാൻ വരാം. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ വന്നില്ലേ, അത് കറക്റ്റ് ആയിട്ട് അൺആംബിഗ്യസ് ഇൻസ്ട്രക്ഷൻ ആയി മാറിയില്ല. സോ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കണേ. അതായത് ഈ കോഡ്, വലിയൊരു കോഡ്, ഇപ്പൊ സാധാരണ ഒരു കോഡ് എന്ന് പറഞ്ഞാൽ 100 ലൈനോ 200 ലൈനോ തൗസൻഡ്സ് ഓഫ് ലൈൻസ് ഉള്ള കോഡ് നമ്മൾ എഴുതുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് ഇത് വളരെ ഉപകരിക്കും. അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ അവസാനം എന്തെങ്കിലും മിസ്സാക്കിയിട്ടുണ്ടോ? അതൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് അതിന്റെ സിന്റാക്സ് എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കോഡ് എഴുതുമ്പോൾ ജസ്റ്റ് നോക്കിയാൽ മതി, ഇതുകൂടി ഉണ്ടോ, അല്ല ഉണ്ട്, കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് അതിന് കുറെ ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ.
നമ്മൾ അവസാനം ഇപ്പൊ ഒരു വണ്ടി മുഴുവൻ അഴിച്ചിട്ട് ഏതെങ്കിലും ഒരു നട്ട് ബാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? വീണ്ടും അത് മുഴുവൻ അഴിച്ചതൊക്കെ വീണ്ടും പണിയാൻ നിൽക്കണം. അപ്പൊ നമുക്ക് ഇരട്ടിപ്പണിയാണ്. ഇരട്ടിപ്പണി ഒഴിവാക്കാനായിട്ട് എന്ത് പറ്റും? ഈ സ്യൂഡോകോഡൊക്കെ എഴുതിയേ പറ്റും. ബട്ട് ഇൻ റിയാലിറ്റി ഇതൊന്നും ആരും ചെയ്യാറില്ല എന്നുള്ളതാണ്. ബട്ട് ഇതൊക്കെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ബിസിനസ് മാൻ, മാനേജർ, ദെൻ ദ കോഡേഴ്സ്. ഇവരൊക്കെ കോഡേഴ്സ് ആണ്. ഇവര് ഈ കമ്മ്യൂണിക്കേഷൻ ചാനലൊക്കെ പ്രോപ്പർ ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ 10 റിക്വയർമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ 5 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു അല്ലെ? അപ്പോ അത് മൊത്തം പ്രൊജക്റ്റിനെയാണ് ബാധിക്കാം. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് സ്യൂഡോകോഡ് നമ്മളെ സഹായിക്കും. സ്യൂഡോകോഡ് തന്നെയല്ല അൽഗോരിതം. കൂടുതലും സ്യൂഡോകോഡ് എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ഇതെന്ന് പറയുന്നത് കുറച്ച് കോഡിങ്ങും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു അൽഗോരിതമിക് ഫോം ആണ് എന്ത് പറയുന്നത്, സ്യൂഡോകോഡ് എന്ന് പറയുന്നത്. ഡെഫിനേഷൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മൾ സ്യൂഡോകോഡ് നമ്മൾ ഇത് ഉപയോഗിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ. അടുത്ത ടോപ്പിക്കാണ് ദ മെയിൻ കൺസ്ട്രക്ട്സ് ഓഫ് സ്യൂഡോകോഡ്. നമ്മൾ സ്യൂഡോകോഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അതിന്റെ കൺസ്ട്രക്റ്റുകളെ കുറിച്ച് നോക്കാം. അതായത് കൺസ്ട്രക്ട് എന്ന് ഉദ്ദേശിക്കണേ, അതായത് ഈ ഒരു വേർഡ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മാപ്പ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇംഗ്ലീഷ് വേർഡാണ് കൺസ്ട്രക്ഷൻ. അതായത് ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യണം. അത് വീടിന്റെ കൺസ്ട്രക്ഷൻ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ്. ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ചെറിയ ബിൽഡിംഗ് ബ്ലോക്ക് എന്തായിരിക്കും? ബ്രിക്ക് ആയിരിക്കും. ആ ബ്രിക്സ് ചേർത്ത് വെച്ചിട്ടായിരിക്കും എന്തുണ്ടാക്കുക? ചുമരുണ്ടാക്കുക. ഇനി ആ ബ്രിക്സ് ചേർത്ത് വെക്കുമ്പോൾ വെറുതെ ചേർത്ത് വെച്ചുകൊണ്ട് കാര്യമില്ല, അവിടെ അത് ഉറപ്പിച്ചിട്ട് വേണം ചേർത്താനായിട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ആളാണ് സിമെന്റ്. സിമെന്റ് കൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് എന്ത് വേണം? സാൻഡ് വേണം. അതിൻ്റെ ഒപ്പം എന്ത് വേണം? വാട്ടർ വേണം. ഇത് മൂന്നും കൂടിയിട്ടുള്ള മിശ്രിതമാണ് ബ്രിക്സ് ഉറപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ഇനി അടുത്തത്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചുമര് വാർക്കാനായിട്ട് പറ്റും. സോ ഈ ചുമര് മാത്രം കൊണ്ട് ഒരു വീടാവില്ല, അതിനൊരു മേൽക്കൂര വേണം. സോ പണ്ട് ഓടാണെങ്കിൽ ഇന്ന് എന്താണത്? കോൺക്രീറ്റ്. ഇന്ന് കോൺക്രീറ്റ് മേൽക്കൂരയാണ് ഉണ്ടാവുക. സോ തേർഡ് വൺ ഈസ് കോൺക്രീറ്റ്. ഇനി ഫോർത്ത് വൺ. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും, ഈ സിമെന്റും തേപ്പും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും, ഇതിനൊരു വൃത്തി കിട്ടണമെങ്കിൽ, ഒരു ഭംഗി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പെയിന്റ് അടിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ളത്. അതായത് ഒരു വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കൺസ്ട്രക്റ്റുകൾ. അതന്നെയാണ് നമ്മുടെ സ്യൂഡോകോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്യൂഡോകോഡിന്റെ കൺസ്ട്രക്റ്റുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്യൂഡോകോഡ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ആളുകളാണ് ആര് പറയുന്നത്? കൺസ്ട്രക്റ്റുകൾ. ഇപ്പൊ ഇവിടെ തുടങ്ങിയിട്ടുള്ളത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് എന്ന് വെച്ചിട്ടാണ്. അതായത് ഏറ്റവും ചെറിയ കൺസ്ട്രക്ട്, ഏറ്റവും ചെറിയ ബിൽഡിംഗ് ബ്ലോക്ക്. ഇവിടെ എന്താണത്? Here it is nothing but the brick. So ഈ ഏറ്റവും ചെറുതീന്നാണ് നമ്മൾ ഇവിടെയും തുടങ്ങിയിട്ടുള്ളത്. സോ നമ്മുടെ ഈ ലിസ്റ്റും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏറ്റവും ചെറുതീന്നാണ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ദ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് കൺസ്ട്രക്ട്. എന്താണ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് കൺസ്ട്രക്ട്? ഒരു ഇൻപുട്ട് കൺസ്ട്രക്ട് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമുക്കറിയാം, സ്യൂഡോകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഗോരിതത്തിന്റെ കുറച്ചും കൂടി ഒരു പ്രോഗ്രാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വെർഷനാണ് സ്യൂഡോകോഡ്. ആ സ്യൂഡോകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പെന്നും പേപ്പറും വെച്ച് നമ്മൾ മാനുവലായിട്ടിരുന്ന് ഒരു ടേബിളിൽ ഇരുന്ന് എഴുതല്ല ചെയ്യാം. നമ്മൾ എന്താ ചെയ്യാം? നമ്മളൊരു ലാപ്ടോപ്പ് എടുത്ത് ആ ലാപ്ടോപ്പ് തുറന്ന് അതിനകത്തൊരു ടെക്സ്റ്റ് എഡിറ്റർ എടുത്ത്, സ്യൂഡോകോഡ് എന്ന് പറയുന്നത് ഒഫീഷ്യലി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലാത്തതുകൊണ്ട് അത് റൺ ചെയ്ത് കാണുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഓക്കെ, ഒഫീഷ്യലി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നുമല്ല. കാരണം എല്ലാ പ്രോഗ്രാമേഴ്സിനും കൊടുക്കുന്നതാണ്. അവർക്ക് എല്ലാവർക്കും അത് വായിച്ചിട്ട് വേണം അവരുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ, അവർക്ക് അറിയാവുന്ന രീതിയിലുള്ള ലാംഗ്വേജിൽ അത് കോഡാക്കി മാറ്റാനായിട്ട്. സോ അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. സോ അതൊരു കമ്പൈലറോ അത് കമ്പൈൽ ചെയ്തിട്ട് ആ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊന്നും CPU ഉണ്ടാവില്ല. സോ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് സ്യൂഡോകോഡ് റൈറ്റ് ചെയ്യുക? സ്യൂഡോകോഡ് എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് ചെയ്യുക, അതായത് മാറ്റിയാണ്
നമ്മൾ സ്യൂഡോ കോഡ് എടുത്തിട്ട് നമ്മൾ എഴുതുന്നത് നമ്മുടെ ലാപ്ടോപ്പിലായിരിക്കും. സോ ഞാനൊരു ജസ്റ്റ് ലാപ്ടോപ്പ്, ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. ഇതാണ് ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേ, ഇതാണ് ലാപ്ടോപ്പിന്റെ കീബോർഡ്. സോ ഈ ലാപ്ടോപ്പിനകത്തായിരിക്കും നമ്മൾ സ്യൂഡോ കോഡ് എഴുതുക. അതിലേതെങ്കിലും ടെക്സ്റ്റ് എഡിറ്ററോ അങ്ങനെ എന്തിലെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന നോട്ട് പാഡോ നോട്ട് പാഡ് പ്ലസ് പ്ലസ് എന്തെങ്കിലും എടുത്തിട്ടായിരിക്കും നമ്മളതിൽ സ്യൂഡോ കോഡ് നമ്മൾ ഡിജിറ്റൽ വെർഷൻ നമ്മൾ എഴുതുക. അപ്പൊ നമ്മൾ സ്യൂഡോ കോഡ് എഴുതുമ്പോൾ സ്യൂഡോ കോഡില് ഇപ്പൊ അൽഗുരിതത്തിന് യൂസറിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ സ്യൂഡോ കോഡിന് യൂസറിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സംഭവം വേണം. ഓക്കെ, അത് യൂസറിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സംഭവം വേണമെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ അടുത്ത് എഴുതാൻ പറയുന്ന സ്യൂഡോ കോഡ് എന്ന് പറയുന്നത് 2 നമ്പറുകൾ കൂട്ടാനാണെങ്കിൽ അത് യൂസറിന്റെ കയ്യിൽ നിന്ന് വേണം മേടിക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഹാർഡ് കോഡ് ചെയ്തും കൊടുക്കാം, അത് നമുക്ക് എന്താ പറയാ സെറ്റ് എ ഈക്വൽ ടു അങ്ങനെ ചെയ്യാം. അതല്ലാതെ നമ്മൾ പറഞ്ഞു വരുന്നത് ഇൻപുട്ടിനെ കുറിച്ച് ഔട്ട്പുട്ടിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ സ്യൂഡോ കോഡ് നമ്മൾ എഴുതി, അപ്പൊ സ്യൂഡോ കോഡ് ഇതിനകത്തുണ്ട്, ഞാനത് PS എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്യൂഡോ കോഡ്, ഈ കാണുന്നത്. ഈ സ്യൂഡോ കോഡിന് ഒരു എക്സ്റ്റേണൽ റിസോഴ്സിൽ നിന്ന്, അതായത് എക്സ്റ്റേണൽ യൂസറിൽ നിന്ന് കുറച്ച് ഡാറ്റ വേണം. ആ ഡാറ്റ നമ്മൾ എങ്ങനെ കൊടുക്കണം? കമ്പ്യൂട്ടറിലോട്ട് കമ്പ്യൂട്ടറിന്റെ കീബോർഡ് വഴി കൊടുക്കണം. ഓക്കെ, അപ്പൊ എക്സ്റ്റേണൽ യൂസറിൽ നിന്ന് ഡാറ്റ കിട്ടണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കൺസ്ട്രക്റ്റ് ആണ് എന്ത് പറയുന്നത്? ഇൻപുട്ട് കൺസ്ട്രക്റ്റ് എന്ന് പറയുന്നത്. അത് റെപ്രസെന്റ് ചെയ്യുക INPUT എന്നാണ്. ഓക്കെ, ഞാൻ ഇതും കൂടി പറഞ്ഞിട്ട് ഒരു ഉദാഹരണം പറയാം, അതായത് ഔട്ട്പുട്ട് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു കീബോർഡ് വഴി നമ്മുടെ ലാപ്ടോപ്പിനകത്തുള്ള നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കാണുന്ന സ്യൂഡോ കോഡിൽ നമുക്ക് സ്യൂഡോ കോഡിനകത്തോട്ട് നമുക്കിപ്പോൾ ഡാറ്റ കീബോർഡ് എന്താ പറയാ, നമ്മൾ ഈ സ്യൂഡോ കോഡാണ് പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പൊ ഈ സ്യൂഡോ കോഡിന്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ് പ്രോഗ്രാമർ അത് പ്രോഗ്രാം ആക്കുക. സോ അപ്പൊ അതിനകത്ത് ഇപ്പൊ പ്രോഗ്രാമിനകത്ത് 2 ഇൻപുട്ട്, നീ പറഞ്ഞപ്പെട്ട പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 2 നമ്പർ കൂട്ടാന്നാണെങ്കിൽ ആ 2 നമ്പർ കൂട്ടാനായിട്ട് ആ 2 നമ്പർ വേണം. ആ 2 നമ്പർ വേണം. അപ്പൊ അതിന്റെ സ്യൂഡോ കോഡാണ് നമ്മൾ എഴുതണത്, അങ്ങനെ വിചാരിക്കാം. അപ്പൊ ആ സ്യൂഡോ കോഡിനകത്ത് ലൈൻ ബൈ ലൈൻ ആയിട്ട് ഓരോരോ ഇൻസ്ട്രക്ഷനുകൾ ഉണ്ടായിരിക്കും. കാരണം സ്യൂഡോ കോഡ് എന്ന് പറയുന്നത് അൽഗുരിതത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സോ ആ ഇൻസ്ട്രക്ഷനകത്ത് ഈ പറഞ്ഞ പോലെ യൂസർ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻപുട്ട് എന്ന് വിളിക്കും. അത് കീബോർഡ് വഴിയാണ് കൊടുക്കുക. ഓക്കെ, ഞാൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഈ സ്യൂഡോ കോഡ് നമ്മൾ എഴുതിയിട്ട് അപ്പൊ അത് ഏതെങ്കിലും പ്രോഗ്രാമർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ പ്രോഗ്രാമർ അത് പ്രോഗ്രാം ആക്കുമ്പോൾ ഈ പ്രോഗ്രാം ഒറിജിനൽ ഇപ്പൊ പൈത്തണിൽ എവിടെയെങ്കിലും ഇപ്പോ ആ യൂസർ കൊടുത്തിട്ടുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത് 10, 20 എന്തായാലും ആയിക്കോട്ടെ, അതെന്ന് പറയുന്നത് ഡിസ്പ്ലേയിൽ കാണണം, അതായത് ഔട്ട്പുട്ട് കാണണം. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണേ? ഔട്ട്പുട്ട് കൺസ്ട്രക്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഔട്ട്പുട്ട് കാണുന്നത് എവിടെയായിരിക്കും? ഡിസ്പ്ലേയിലായിരിക്കും ഔട്ട്പുട്ട് കാണുന്നത്. സോ സ്യൂഡോ കോഡിനകത്തോട്ട്, അതായത് നമ്മുടെ കോഡിനകത്തോട്ട് ഡാറ്റ കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ ഡിവൈസ് ആണ് കീബോർഡ്. നമ്മുടെ കോഡിന് നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ ഉള്ള ഒരു വേദിയാണ് ഡിസ്പ്ലേ. സോ അതിനാണ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് കൺസ്ട്രക്റ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇൻപുട്ട്, അതിന്റെ മെയിൻ ഉദാഹരണം ഞാൻ പറയാം. അതായത് ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇൻപുട്ട് എ എന്ന് പറയുകയാണെങ്കിൽ ഇത് എക്സ്പെക്ട് ചെയ്യുന്നത്, ഈ സ്യൂഡോ കോഡിന്റെ ഈ ലൈൻ കൊണ്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഡാറ്റ യൂസറിൽ നിന്ന് കളക്ട് ചെയ്യണമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് നമ്മളൊരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. സോ ഒരെണ്ണത്തിൽ കൂടി നമുക്ക് പോവാം, അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടിയിട്ട് ഒരു എക്സാമ്പിൾ കാണിക്കാം, അതായിരിക്കും ബെറ്റർ വൺ. ദ നെക്സ്റ്റ് വൺ ഈസ് വാരിയബിൾസ് ആൻഡ് അസൈൻമെന്റ്. വാരിയബിൾ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. സോ വാരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും എന്താണെങ്കിലും കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് വാരിയബിൾസ്. അതായത് ഏറ്റവും ചെറിയ ബിൽഡിംഗ് ബ്ലോക്ക്, നേരത്തെ നമ്മൾ ബ്രിക്ക് സിമെന്റ് പറഞ്ഞ പോലെ. സോ വാരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്ലേസ് ഹോൾഡർ ആണ്. എന്തിന്റെ പ്ലേസ് ഹോൾഡർ? ഡാറ്റയുടെ പ്ലേസ് ഹോൾഡർ ആണ് വാരിയബിൾസ്. ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട്, നമ്മുടെ പ്രോഗ്രാമിൽ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരാൾ. ഓക്കെ, സോ നമ്മുടെ സ്യൂഡോ കോഡിനകത്ത് നമുക്കിപ്പോ യൂസർ ഇപ്പോൾ ഒരു ഡാറ്റ തന്നു. ആ ഡാറ്റ തന്നിട്ട് ആ ഡാറ്റ
ഒരു വാരിയബിളിനകത്തോട്ട് അസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് യൂസർ ഒരു ഡാറ്റ തന്നു, ആ ഡാറ്റ തന്നിട്ട് അസൈൻ ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വാരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് എ പ്ലേസ് ഹോൾഡർ, ഡാറ്റയ്ക്ക് ഇരിക്കാനുള്ള ഒരു പ്ലേസ് ഹോൾഡർ. അപ്പോൾ ആ ഡാറ്റ കൊടുക്കണ്ടേ ആ പ്ലേസ് ഹോൾഡറിലോട്ട്, അതിനെയാണ് എന്ത് പറയുക, അസൈനിങ് എന്ന് പറയാം. ഇപ്പോ പൈത്തണിലാണെങ്കിൽ ഏജ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 എന്ന് പറയുന്ന ഡാറ്റ ഏജ് എന്ന് പറയുന്ന വാരിയബിളിനകത്തോട്ട് അസൈൻ ചെയ്തിരിക്കുകയാണ്. സോ ഇത് വായിക്കേണ്ടത് ഒരിക്കലും ഏജ് ഈക്വൽ ടു 10 എന്നല്ല. ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ്? 10 എന്ന് പറയുന്ന ഡാറ്റ ഇവിടെ നിന്ന് വേണം വായിക്കാൻ, റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന്. അതായത് ഒരു വാരിയബിളിനകത്തോട്ട് ഒരു ഡാറ്റ അസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ 10 എന്ന് പറയുന്ന ഡാറ്റ ഏജ് എന്ന് പറയുന്ന വാരിയബിൾ എന്ന് പറയുന്നത് ഒരു പ്ലേസ് ഹോൾഡർ ആണ്. അപ്പൊ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏജ് എന്ന് പറഞ്ഞാൽ ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ വെറുതെ ഒരു പൈത്തൺ കോഡ് ചെയ്തിട്ട് ഏജ്, അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പ്രിന്റ് ഒക്കെ കണ്ടിരുന്നു. അപ്പൊ പ്രിന്റ് ഏജ് എന്ന് നിങ്ങളൊന്ന് ചുമ്മാ അതിപ്പോ ഏജ് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഏജ് ചുമ്മാ നിങ്ങൾ പ്രിന്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ജങ്ക് വാല്യൂക്ക് കയറി വരാം. ഓർ ഏജ് എന്ന് പറയുന്നത് 0 കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 0 വരും. അപ്പൊ 0 എന്ന് പറയുന്ന വാല്യൂ ഏജ് എന്ന് പറയുന്ന വാരിയബിളിനകത്തോട്ട് അസൈൻ ചെയ്തിരിക്കുകയാണ്. സോ ഈ ഈക്വൽ ടു എന്ന് പറയുന്നതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണത്. അതായത് അസൈൻ ചെയ്യുന്ന, അതായത് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ 2 നമ്പർ ആഡ് ചെയ്യുകയാണെങ്കിൽ A+B, അതിൽ ഇതാണ് എന്ത് പറയുന്നത് ഓപ്പറേറ്റർ. ഇതെന്ന് പറയുന്നത് ഓപ്പറൻസ് ആയിരിക്കും. അപ്പൊ ഇതെന്ന് പറയുന്ന ഈ ഓപ്പറേറ്റർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 എന്ന് പറയുന്ന വാല്യൂ ഏജ് എന്ന് പറയുന്ന വാരിയബിളിനകത്തോട്ട് അസൈൻ ചെയ്തു. അപ്പൊ അസൈനിങ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കണേ ഈ പ്രോസസ്സിനെയാണ് അസൈനിങ് കൊണ്ട് ഉദ്ദേശിക്കണേ. ഓക്കെ, ഇനി ഇതിപ്പോ ഞാൻ പൈത്തന്റെ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഇനി എങ്ങനെയാണ് ഇതെല്ലാം ഈ പൈത്തൺ കോഡ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് വേണം? സ്യൂഡോ കോഡ് വേണം. ആ സ്യൂഡോ കോഡിൽ ഈ 2 കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് എക്സാമ്പിൾ. ഇതിനകത്ത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇതൊരു സ്യൂഡോ കോഡാണ്. ഓക്കെ, ഇപ്പൊ സ്യൂഡോ കോഡ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇതിന്റെ കൺസ്ട്രക്റ്റുകൾ ഭൂരിഭാഗവും ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. നിങ്ങളിപ്പോ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കൺസ്ട്രക്ട് എടുത്താലും പ്രിന്റ് എടുത്താലും സെറ്റ് എടുത്താലും ഒക്കെ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, കാരണം അത് ഒഫീഷ്യലി അതൊരു റൂൾ അല്ലെങ്കിലും സ്റ്റിൽ അതെല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ്. എല്ലാം ക്യാപ്സുൽ, അത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിന്റ് എന്ന് പറയുന്നത്, പ്രിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ ഒരു സംഭവം കൊണ്ട് എന്താ ഉദ്ദേശിക്കണേ? അതായത് നമ്മുടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ നമ്മൾ കോഡ് എഴുതുമ്പോൾ ഫസ്റ്റ് തന്നെ പൈത്തൺ കോഡിനകത്ത് അപ്പോ ഇങ്ങനെയായിരിക്കും ഇതിന്റെ കറസ്പോണ്ടിങ് പൈത്തൺ കോഡ് വരിക. അതായത് പ്രിന്റ് ഈ പറയണ എൻ്റർ ദ സംഭവം, അത് കഴിഞ്ഞിട്ട് ഇൻപുട്ട് എന്ന് എഴുതിയിട്ട് എൻ്റർ ദ ലെങ്ത്, അതായത് ഈക്വൽ ടു ഇൻപുട്ടിന് എഴുതിയിട്ട് എൻ്റർ ദ ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ. അതായത് ഈ സംഭവം ഞാൻ അതിനകത്തോട്ട് എഴുതുന്നില്ല, നിങ്ങൾ നോക്കിയ ഇൻപുട്ട് എന്ന് പറയുന്നത് എൻ്റർ ദ ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കണേ യൂസറിന്റെ കയ്യിൽ നിന്ന് റെക്ടാങ്കിളിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം, ലെങ്ത് മേടിക്കണം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്ന് പറയുന്നതാണ് ഇതാണ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. അതായത് ലെങ്ത് ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ, അതാണ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. സോ അതിന് വേണ്ടിയിട്ട് യൂസറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻപുട്ടായിട്ട് ലെങ്ത് മേടിക്കണം. അതാണ് ഇവിടെ നടക്കുന്നത്. തൊട്ട് താഴെ നടക്കുന്നത് എന്താ? യൂസറിന്റെ കയ്യിൽ നിന്ന് ഇൻപുട്ടായിട്ട് വിഡ്ത് മേടിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻ ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. നേരത്തെ നമ്മൾ കണ്ട ഇൻപുട്ട്, യൂസർ ഡാറ്റ കൊടുക്കണം. അപ്പൊ ഇവിടെ ഇതെന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഓപ്പറേഷൻ ആണ് നടന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇൻപുട്ട് എന്ന് പറയുന്ന സ്യൂഡോ കോഡിന്റെ കീവേഡ് ആണ്. അത് ക്യാപ്സിലാണ് ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു യൂസറിന്റെ ഒരു ഇൻപുട്ട് മേടിക്കണമെങ്കിൽ, അത് ഇന്ന ആവശ്യത്തിന് മേടിക്കണമെങ്കിൽ അത് ഈ രീതിയിൽ വേണം അത് എഴുതാനായിട്ട്. ഇനി നമ്മൾ പറഞ്ഞു ഇൻപുട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞാണ് ഔട്ട്പുട്ട്. അതായത് ഡിസ്പ്ലേയിൽ കാണണം കോഡ് എഴുതുന്ന ആള്. കോഡ് എഴുതുമ്പോൾ അത് ഡിസ്പ്ലേയിൽ കാണണം. അപ്പോൾ ഔട്ട്പുട്ട് പുറത്തോട്ട് കാണിക്കണം.
അതിന് വേണ്ടിയിട്ടുള്ള സ്യൂഡോ കോഡിനകത്തുള്ള ഒരു കീവേഡാണ് പ്രിന്റ് എന്ന് പറഞ്ഞിട്ട്. പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ കൺസോളിൽ നമ്മൾ ടെർമിനലിൽ എഴുതി കാണിക്കും പ്രിന്റ് ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ ഈസ്, അല്ലെങ്കിൽ എന്തൊരു നമ്പർ വന്ന പോലെ തോന്നുള്ളൂ. പെട്ടെന്ന് ഒരാൾ നോക്കുമ്പോൾ എന്ത് നമ്പർ ഇതെന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ ഈസ് എന്ന് പറയുമ്പോൾ അവിടെ അൺആംബിഗിറ്റി ഉണ്ടാവില്ല. അവിടെ കൺഫ്യൂഷൻ, അൺആംബിഗസ്, അതായത് കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടാവില്ല. കാരണം ഓൾറെഡി അൽഗോരിതം ഇസ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ വിച്ച് ആർ അൺആംബിഗസ് എന്നാണ്. സോ ഇത്രയേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കൺസ്ട്രക്റ്റ് ആണ്. ഇൻപുട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കണ ഇൻപുട്ട് കൺസ്ട്രക്റ്റ് ആണ്. അത് സ്യൂഡോ കോഡിനകത്തോട്ട് ഡാറ്റ മേടിക്കുക. ഓക്കെ, അതായത് ഇതിന്റെ റെപ്രസെന്റേഷൻ കോഡിലാണ്. അതുപോലെ തന്നെ വിഡ്ത്ത് ആണെങ്കിലും. ഇനി മൂന്നാമത്തെ, ഇപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് കൺസ്ട്രക്റ്റ് ആയിട്ടുള്ളത്. ഇൻപുട്ട് നമ്മൾ ആദ്യം കണ്ട ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് കൺസ്ട്രക്റ്റിൽ വരുന്നത്. അതിൽ ഇതെന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്, ഈ രണ്ടെണ്ണം എന്ന് പറയുന്നത് ഇൻപുട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് എലാബറേറ്റ് ചെയ്ത പറഞ്ഞത് കാര്യങ്ങൾ. ഇനി നമ്മൾ പറയുന്ന കാര്യമാണ് രണ്ടാമത് പറഞ്ഞത് വാരിയബിൾ അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട്. വാരിയബിൾ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാരിയബിളിലോട്ട് ഡാറ്റ അസൈൻ ചെയ്യണം. അതിന് ആദ്യം എന്ത് വേണം? വാരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ പ്ലേസ് ഹോൾഡർ. അതിനെന്ത് വേണം? ഡാറ്റ വേണം. ഡാറ്റ ആര് കൊടുത്തു? യൂസർ കൊടുത്തു. അതെന്താണ്? ലെങ്ത്, വിഡ്ത്ത്. ഈ രണ്ട് ഡാറ്റ കൊടുത്തു. ഇപ്പൊ ഇതിപ്പോ 10 ആവാം, ഇതും 10 ആവാം. ഇത് സ്ക്വയർ ആണ്. 19 100. ആ ഡാറ്റ 100 എന്ന് പറയുന്നത്, ഏരിയ എന്ന് പറയുന്നത് ഒരു വാരിയബിൾ ആണ്. വാരിയബിൾ എന്ന് പറയുന്നത് ഒരു ഡാറ്റയ്ക്ക് കയറിയിരിക്കാനുള്ള ഒരു പ്ലേസ് ഹോൾഡർ ആണ്. അപ്പൊ ഈ 100 എന്ന് പറയുന്നത് അവിടെ കയറിയിരിക്കും. ഏരിയ എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്ന പേരിട്ടുള്ള സ്ഥലത്ത് കയറിയിരിക്കും. സോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത് പറയണേ? സെറ്റ് ഏരിയ എന്ന് പറഞ്ഞത്. അതായത് ചുമ്മാ നമുക്ക് ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് എന്ന് കൊടുക്കുന്നതിന് പകരം ഇവിടെ സ്യൂഡോ കോഡിൽ നമ്മൾ കണ്ടുവരുന്ന രീതിയാണ് സെറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു സംഭവം ഡിക്ലെയർ ചെയ്യുക, അസൈൻ ചെയ്യുക. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞാനിപ്പോ ഇപ്പൊ ഒരു സംഭവത്തിന്റെ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ വേറൊരു ഇക്വേഷൻ ആണെങ്കിൽ ഇപ്പൊ മൈറ്റ് ബി എന്തെങ്കിലും വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണെങ്കിൽ ഇപ്പൊ 3 വാല്യൂസ് ഉണ്ട് നോക്കി അതിനകത്ത്, ലെങ്ത്, വിഡ്ത്ത്. ഓർ സിംപ്ലി ഒരു ജസ്റ്റ് ഒരു ഇക്വേഷൻ ലൈക്ക് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു സി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ യൂസറിന്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് നമ്മൾ മേടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ കൺസ്ട്രക്ട് എന്ന് പറയുന്നത് എന്താ? പ്രിന്റ് ഫസ്റ്റ് വാരിയബിൾ, ഫസ്റ്റ് var ഫ്രം യൂസർ. അപ്പൊ ഇത് കൺസോളിൽ പ്രിന്റ് ആവും. ഇതെന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കൺസ്ട്രക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഈ ഫസ്റ്റ് വാരിയബിൾ യൂസർ പ്രിന്റ് ചെയ്യും. ഇത് എന്താ പറയാ, ഇത് ഡിസ്പ്ലേയിൽ കാണുമ്പോൾ യൂസർ എന്ന് പറയുന്നത് ഫസ്റ്റ് വാരിയബിൾ കൊടുക്കും. അത് നമ്മൾ ഇങ്ങോട്ട് അതെന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ടാണ് യൂസറിന്റെ. അപ്പൊ അത് കീബോർഡിൽ നിന്ന് വരുന്ന സംഭവമാണ്. അത് യൂസർ വേണം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും? ഇൻപുട്ട് എ. ഇതേപോലെ തന്നെ 3 എഴുതി പ്രിന്റ് സെക്കൻഡ് വാല്യൂ ഫ്രം ദ യൂസർ. അപ്പോൾ അതെന്ന് പറയുന്നത് യൂസർ ഇൻപുട്ട് ചെയ്യുന്നതാണ്. സോ ഇൻപുട്ട് ബി. അപ്പോൾ നമ്മുടെ ABC എന്ന് പറഞ്ഞിട്ട് യൂസർ കൊടുത്ത സാധനങ്ങളുണ്ട്. ഇനി ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ പ്രിന്റ് സെക്കൻഡ് var ഫ്രം യൂസർ. var എന്ന് ഉദ്ദേശിച്ച വാരിയബിൾ ആണ്. അപ്പോൾ അത് ഫിനിഷ് ചെയ്യാനായിട്ട് ദാറ്റ് ഈസ് ഇൻപുട്ട് ബി. ഇൻപുട്ട് ബി ഇതുകൊണ്ട് എന്ത് ഉദ്ദേശിക്കണേ? അതായത് ഔട്ട്പുട്ടിലോട്ട് ഫസ്റ്റ് വാരിയബിൾ ഫ്രം ദ യൂസർ എന്ന് കാണിക്കും. പിന്നെ ഉദ്ദേശിക്കുന്നത് എന്താ? ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഈ ഇൻസ്ട്രക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് യൂസർ ഡാറ്റ കൊടുക്കുകയാണ്. യൂസർ എന്ന് പറയുന്ന ആള് കീബോർഡ് വഴി സ്യൂഡോ കോഡിന് ഡാറ്റ കൊടുക്കും. ഓക്കെ, ഫൈൻ. ഇനി ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ലെങ്ത്തിന്റെ വിഡ്ത്തിന് പകരം ഇപ്പൊ ഞാനിപ്പോ ഇതിന്റെ തുടർച്ചയുണ്ടോ ഞാൻ ഇവിടെ എഴുതണേ? ഫസ്റ്റ് 1 2 3 4 5th ലൈനാണ് എഴുതണേ. ഇപ്പൊ ഒരു വാരിയബിൾ കൂടി ഉണ്ടല്ലോ, സി. അപ്പൊ ഞാൻ പറയാണ് എന്റെ സി ഉണ്ട്. അപ്പൊ ഞാൻ എനിക്ക് എന്ത് ചെയ്യാം? അത് സെറ്റ് ചെയ്യാം. സെറ്റ് സി. അത് എന്ത് വെച്ച് അപ്പൊ വാരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിനകത്തോട്ട് ഞാൻ എന്ത് അസൈൻ ചെയ്യാണ്? 10 എന്ന് പറയുന്നത് അസൈൻ ചെയ്യാം. അപ്പോൾ ഈ രണ്ടെണ്ണം എന്താ? ഇൻപുട്ട് എ എന്ന് പറയുന്ന വാരിയബിളും ബി എന്ന് പറയുന്ന വാരിയബിളും ഇൻപുട്ട് ഔട്ട്പുട്ട് കൺസ്ട്രക്റ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇൻപുട്ട് കൺസ്ട്രക്റ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ കളക്ട് ചെയ്തത്. സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പറയുന്ന
ഫസ്റ്റ് കൺസ്ട്രക്റ്റിന്റെ അതായത് ഇൻപുട്ട് ഫസ്റ്റ് കൺസ്ട്രക്ട്സ്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട്, അതുപോലെ തന്നെ വാരിയബിൾ അസൈൻമെന്റ്. ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. ഇനി നമ്മൾ കുറച്ചും കൂടി ചെയ്യുമ്പോൾ അത് ഡെപ്തിലേക്ക് മനസ്സിലാവും. സോ ഇനി അടുത്തതിലേക്ക് കിടക്കാം. ഇനി അടുത്ത കൺസ്ട്രക്റ്റ് ആണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്.